സ്കൂൾ കലോത്സവത്തിലെ ഒപ്പനയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ റിപ്പോർട്ടർ ചാനലിലെ 3 പേർക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് വരികയാണ്. 2025 തികഞ്ഞിട്ട് അധികമായിട്ടുണ്ട്. പോക്സോ കേസ്, പീഡനം, കൊലപാതകം, മോഷണം, ഇനി എന്താ ഇല്ലാത്തത്? പക്ഷെ ഇവിടെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്ക് അടുപ്പ കേസ്. പ്രവർത്തകരായ ഡോക്ടർ കെ അരുൺകുമാർ, ഷഹബാസ്. നമ്മുടെ അരുൺകുമാർ എന്തിൽ ശുഷ്കാന്തിയായിരുന്നു ബോബിയുടെ കേസും അനിറോസിന്റെ കേസ് പറയുമ്പോൾ. ഇത് റിട്ടേൺ അടിച്ചില്ലപ്പോ അരുൺകുമാർ സാറേ, കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അരുൺകുമാർ, ഷഹബാസ്, പിന്നുള്ളത് കണ്ടാൽ അറിയുന്ന ഒരാൾ. ഇവർക്ക് പേരോ ഡീറ്റെയിൽസോ ഒന്നും ഇല്ല കേട്ടോ. അത് ഇരട്ടതാ. മറ്റുള്ളവരെ പിച്ച് ചെയ്യുന്ന മാധ്യമ ധർമ്മ ചറ്റകളെ, ഇത് നിങ്ങൾക്കൊരു താക്കീതാണ്. ഈ വാർത്ത പുറത്ത് വിട്ടത് മാതൃഭൂമിയാണ്. മാതൃഭൂമി മാത്രമല്ല, കൈരളിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ മാധ്യമങ്ങൾ തമ്മിൽ ഇപ്പൊ ആകെ അടിയാവോ? മാധ്യമങ്ങളെ സ്വന്തം സഹപ്രവർത്തകരെ പിച്ച് ചെയ്യുമ്പോൾ നോക്കി നിൽക്കുകയാണോ? അതും ഇരട്ടത്താപ്പാണോ? കാര്യം എന്താണെങ്കിലും നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ ഒരു അനക്കൊന്നുമില്ലെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നു. എന്റെ അരുൺകുമാർ സാറേ, ഇത് മറ്റുള്ള മാധ്യമങ്ങൾക്കും ഒരു താക്കീതാണ്. മറ്റുള്ളവരുടെ പ്രൈവസിൽ പോയിട്ട് എത്തിച്ചോർന്നിട്ട് എവിടുന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടാവും, ഇവിടുന്ന് എന്തെങ്കിലും കിട്ടാണ്ട് നോക്കി നിൽക്കുന്ന മാധ്യമ ചെറ്റകൾക്കുള്ള ഒരു താക്കീതാണ് ഇത്. നിരപരാധികളായ കുറച്ച് സാധാരണക്കാരനെ ഈ സമൂഹത്തിൽ കിടന്ന് നാറ്റിക്കുന്ന ഒരു ഏർപ്പാട് മാധ്യമങ്ങൾക്കുണ്ട്. അതിനും ഒരു താക്കീതാണ്. ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ ഗോപൻ സ്വാമിയുടെ അൺബോക്സിംഗിന്റെ തിരക്കിലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോക്സോ കേസ് നമുക്ക് അന്ത്യചർച്ചയ്ക്ക് പരിഗണിക്കാം.